എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ 5ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. ആ ഒരു ടെക്സ്റ്റിലെ പേജ് നമ്പർ 87 ചോദ്യങ്ങളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിലതെ 3ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മക്കളെ നോക്കുക. ദ ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 9, 11, 13 were added and then 16 added to the sum to get 256. How many times were added? ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സീക്വൻസ് കണ്ട 9, 11, 13. ആ ഒരു സീക്വൻസിലെ കുറച്ച് ടേമുകൾ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ടേമുകളുടെ സം എടുത്തു. അതിനുശേഷം അതിൻ്റെ കൂടെ എത്ര കൂട്ടി? 16 കൂട്ടി. ഈ സീക്വൻസിലെ കുറച്ച് ടേമുകളുടെ സമ്മിൻ്റെ കൂടെ 16 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തപ്പോൾ ആൻസർ 256 256 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ടേംസ് വേർ ആഡഡ്? എത്ര ടേമാണ് ആഡ് ചെയ്തത്? ഈ സീക്വൻസിലെ കുറച്ച് ടേമുകൾ. ഈ സീക്വൻസിലെ എത്ര ടേമുകളുടെ കൂടെ 16 ആഡ് ചെയ്തു എന്ന് പറയുന്നില്ല, എത്രയോ ടേമുകളുടെ കൂടെ. ഇപ്പം എത്ര ടേമിൻ്റെ അല്ലെ എത്ര ടേമുകളുടെ ആണെന്ന് പറയുന്നില്ല, എത്ര ടേമുകൾ ആഡ് ചെയ്തതെന്ന് പറയുന്നില്ല എങ്കിൽ ടേമുകളിൽ ആഡ് ചെയ്യുന്ന സീക്വൻസിലെ ടേമുകൾ ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്രയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സം എന്നാണ് പറയുന്നത്. ഇപ്പം 3 ടേമുകൾ ആഡ് ചെയ്താൽ നമുക്ക് S3 എന്ന് പറയാം. സം ഓഫ് 3 ടേംസ്. ഇവരെ 3 പേരെ നമ്മൾ ആഡ് ചെയ്താൽ ആ ഉത്തരം S3 എന്ന് പറഞ്ഞല്ലേ നമ്മൾ എഴുതുന്നത്. ഇനി 4 പേരെ ആഡ് ചെയ്താൽ S4 എന്ന് പറയാം. 10 പേരെ ആഡ് ചെയ്താൽ S10 എന്ന് പറയാം. ക്വസ്റ്റ്യനിൽ പറയുന്ന എത്രയോ പേരെ ആഡ് ചെയ്തു, അറിയത്തില്ല എത്ര പേരാണെന്ന്. അപ്പോൾ അതിനെ നമ്മൾ എന്തോ കൊടുക്കുന്ന, അറിയാതെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓർമ്മയുണ്ടല്ലോ, SN, എത്രയോ പേരുടെ സമ്മ്. N ടേംസിൻ്റെ സമ്മ് എത്രയാണെന്ന് അറിയത്തില്ല. N പദങ്ങളുടെ സമ്മിൻ്റെ കൂടെ എത്രയോ ടേമിൻ്റെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടി. അറിയാത്തതുകൊണ്ട് SN. 3 ടേം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, 4 ടേം എന്ന് പറയുന്നില്ല, എത്രയോ ടേമുകൾ. അപ്പോൾ നമ്മൾ N ടേംസ് എന്ന് കൊടുക്കാം. SN + 16 ഈക്വൽ. അതിൻ്റെ കൂടെ 16 കൂട്ടിയപ്പോൾ 256 കിട്ടി. എങ്കിൽ ഇത് ഈ N എത്രയാണ്, അല്ലെങ്കിൽ എത്ര പേരുടെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടിയാണ് 256 കിട്ടുന്നത്? ഈ സീക്വൻസിലെ എത്ര പേരുടെ സമ്മിൻ്റെ കൂടെ, എത്ര പേരാണ്, എത്രയോ പേരുടെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടിയപ്പോൾ 256. അത് എത്ര പേരാണെന്ന് അറിയത്തില്ല. SN. അപ്പോൾ നമുക്കിവിടെ SN കണ്ടുപിടിച്ച് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ചെയ്താൽ നമുക്ക് അവിടുന്ന് ഈ Nൻ്റെ വില എത്ര പേരുടെ സമ്മാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ SN കാണാം. ഈ 9, 11, 13 അകത്ത് ഈ ഒരു സീക്വൻസിൽ SN എങ്ങനെയാണ് കാണുന്നത്? SN = n/2 × 2f + n - 1 × d ചെയ്യുക. ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആരാളാ? n/2 × n ടൈംസിൻ്റെ അല്ലേ കാണണ്ട? എത്ര ടൈമാണെന്ന് അറിയത്തില്ല. എത്രയോ ടൈമിൻ്റെ കൂടെ എന്ത് കൂട്ടുന്നതാണ് പറയുന്നത്? 16 കൂട്ടുന്നതാണ് പറയുന്നത്. എത്ര ടൈമാണെന്ന് അറിയാത്തതുകൊണ്ടാണ് n ടൈം എന്ന് കൊടുത്തത്. ഓക്കെ. ഇപ്പോൾ ഇത്ര ടൈമിൻ്റെ സമ്മ്, എത്രയോ ടൈമിൻ്റെ സമ്മ് 100 എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ? എത്ര ടൈമാണെന്ന് അറിയാത്തതുകൊണ്ട് SN = 100 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 10 പേരുടെ സമ്മ് 100 എന്ന് പറഞ്ഞാൽ S10 = 100 കൊടുക്കാം. ഒരു എക്സാമ്പിൾ സാറ് പറഞ്ഞാണ്, അറിയാത്തതുകൊണ്ടാണ് SN കൊടുക്കാൻ ഓർത്തോണം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട SN കണ്ടുപിടിക്കുന്നു. n/2 × 2 × f ആരാണ്? ഫസ്റ്റ് ടൈം 9 ആണ്. + n - 1 × d ആരാണ്? ഇവിടുത്തെ ഗ്യാപ്പ് ഡിഫറൻസ് എത്ര? 9 കഴിഞ്ഞാൽ 11 ആണ്, 11 കഴിഞ്ഞാൽ 13. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ d കിട്ടും. 11 ൽ 9 പോയാൽ എത്ര വരും? 2 അല്ലേ വരുന്നത്. n/2 × 2 × 9 18 പ്ലസ് 2 അകത്തോട്ട് കൊടുത്താൽ 2 × n 2n. 2 അകത്തേക്ക് വന്നാൽ 2 × -1 -2. n/2 × മക്കളെ ആദ്യമാ എന്തെഴുതും? ഓൾജിബ്രക്കായിട്ടുള്ള ടൈം എഴുതും. 2n 18 -2 18 -2 എന്ത് വരും? 18 ൽ 2 പോയാൽ എത്ര വരുവാ? 16. 16 വരത്തില്ലേ? ഇതാണ് SN = n/2 × 2n + 16. അവിടെ ഇങ്ങനെ വന്നാൽ SN = ഈ n/2 വെളിയിൽ 2n + 16. 2n ഉണ്ട്, 16 ഉണ്ട്. രണ്ടുപേരോടെ കൂട്ടി വെക്കരുത്. ഇത് വേരിയബിളാണ്. 2n ഉള്ളതുകൊണ്ട് ഇത് വേരിയബിൾ ടൈമാണ്. ഇത് നമ്പറാണ്, അല്ലെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരും കൂടെ കൂട്ടി എഴുതരുത്. n/2 ആദ്യം 2n അകത്തേക്ക് കൊടുക്കുക. n/2 × 2n പ്ലസ് എന്താ മക്കളെ? ഇവിടെ n/2 × 16. 2 ക്യാൻസൽ. n × n പ്ലസ് അടുത്ത n × 1 2 2 × 1 2 2 ×
8 അല്ലേടാ 16, 2ഉം 16 കൂടെ കട്ടായി, n ഇൻറ്റു 8 8n, ആദ്യം 2ഉം 2ഉം കട്ടായി, n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n/2 ഇൻറ്റു 16 ആയിരുന്നു, അവിടുത്തെ 2ഉം 16 കൂടെ കട്ടായി 1, 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 8 ആണ് 16, n ഇൻറ്റു 8 8n. അപ്പോൾ SN എന്താണ്? n സ്ക്വയർ പ്ലസ് 8n ആണ്. എത്രയോ ടേമിൻ്റെ സം എന്ന് പറയുന്നത് n സ്ക്വയർ പ്ലസ് 8n ആണ്. അപ്പോൾ ആ എത്രയോ ടേമിൻ്റെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടുമ്പോൾ അല്ലേ 256, SNൻ്റെ കൂടെ 16 കൂട്ടുമ്പോൾ 256. അതാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. SN ഇപ്പോൾ കിട്ടി, SN കിട്ടി. എത്രന്ന് കിട്ടി? SN എന്ന് പറയുന്നത് എത്രയോ ടൈമിൻ്റെ സമ്മിൻ്റെ കൂടെ, അതൊന്നുകൂടെ എഴുതാം, എത്രയോ ടൈമിൻ്റെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടുമ്പോഴാണ് 256. ആ എത്രയോ പേരുടെ സമ്മ് നമ്മൾ കണ്ടുപിടിച്ച് എന്നിൻ്റെ ഫോമിൽ കണ്ടുപിടിച്ച് എന്താണ് n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 ഈക്വൽ ടു 256. SNൻ്റെ വാല്യൂ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് n സ്ക്വയർ പ്ലസ് 8n. ഓക്കെ, അപ്പോൾ അത് എഴുതി. n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 ഈക്വൽ ടു 256. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 എന്തിൻ്റെ സ്ക്വയറാണ്? 4 സ്ക്വയർ ഈക്വൽ ടു 256. ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ വേരിയബിൾ നിങ്ങളിപ്പം എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ എന്നായിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് എഴുതിയാണ്? എക്സ് സ്ക്വയറും 8xഉം 4 സ്ക്വയർ സെക്കൻഡ് ഡിഗ്രി ആണ്. ഈ ഒരു സെക്കൻഡ് ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യും? എ സ്ക്വയർ പ്ലസ് 2ab, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഫോമിൽ വന്നാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതത്തില്ലേ? അതെ, ഇവിടെ ഈ ഒരു എക്സ് സ്ക്വയർ അതിന് എക്സ് എടുത്തു പ്ലസ് 4 സ്ക്വയർ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയൊക്കെ റൂട്ട് എടുക്കുന്നതാണ്. എടുക്കുമ്പോൾ അതെ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു, 4 സ്ക്വയറിൽ നിന്ന് 4 എടുത്തു, എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയറിനെ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മക്കളെ ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്, ഇവിടുത്തെ വേരിയബിൾ n ആണ്. അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 4 സ്ക്വയർ, എക്സിന് പകരം n വന്നു എന്നേ ഉള്ളൂ. എക്സും എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 4 സ്ക്വയർ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണെങ്കിൽ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 4 സ്ക്വയർ എന്ത് വരും? n സ്ക്വയറിൽ നിന്ന് n എടുത്തു പ്ലസ് റൂട്ട് എടുക്കുന്നതാണോ പെട്ടെന്ന് സാറ് ട്രിക്ക് പറയുന്നത്. n സ്ക്വയറിൽ നിന്ന് n എടുത്തു സ്ക്വയർ ആക്കി എഴുതി കഴിഞ്ഞാൽ അത് എൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ്. n പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 256. എടാ ഈ n സ്ക്വയർ പ്ലസ് 8n പ്ലസ് 16 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, n പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഐഡിയ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ ഈ ഉത്തരം കിട്ടും നമുക്ക്. ഓക്കെ, അത് നമ്മൾ കാണിച്ചു തന്നെയാണ് മുമ്പത്തെ വീഡിയോസിലൊക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ചെയ്തേക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ n പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ 256. അങ്ങനെയാണെങ്കിൽ n പ്ലസ് 4 എത്രയാണ്? സ്ക്വയർ അപ്പുറത്ത് പോയാൽ റൂട്ട് 256. ഓക്കെ, n പ്ലസ് 4 ഈസ് ഈക്വൽ ടു 256. എത്രയാണ്? 256. 15ൻ്റെയാണ് 225, 16ൻ്റെയാണ് 256. ഓക്കെ, അപ്പോൾ n ഈസ് ഈക്വൽ ടു 16 മൈനസ് 4, n ഈസ് ഈക്വൽ ടു 16ൽ നിന്ന് 4 പോയാൽ എത്ര വരും? 12 എന്ന് വരും. 16ൽ നിന്ന് 4 പോയാൽ 12. എടാ n 12 ആണ് എന്ന് വെച്ചാൽ 12 പേരുടെ 12 ടൈംസിൻ്റെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടുമ്പോഴാണ് 256 കിട്ടുന്നത്. 12 പേരുടെ സമ്മിൻ്റെ കൂടെ 16 കൂട്ടുമ്പോഴാണ് 256 കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഹൗ മെനി ടൈംസ് വെയർ ആഡഡ്? അപ്പോൾ എഴുതാം 12 ടൈംസ് വെയർ ആഡഡ്. എത്ര ടൈമുകൾ ആഡ് ചെയ്യുന്നുണ്ട്? 12 ടൈമുകൾ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് നോക്കണം. ആ പേജ് നമ്പർ 87 ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 92 ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, 87ാമത്തെ പേജ് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ഉള്ളത് പേജ് നമ്പർ 92. അപ്പോൾ അതിലെ ഫസ്റ്റ് ചോദ്യമാണ്. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ പറയുന്ന ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. ദ ഹൈറ്റ് മസ്റ്റ് ബി 2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഈ ഒരു ഡോട്ടൽ ലൈൻ ഇട്ടേക്കുന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്, 2 മീറ്റർ കുറവാണ്. ആരേക്കാൾ? ബേസിനേക്കാൾ. ഇതാണ് ബേസ്. ഐസോസെലസ് ആയതുകൊണ്ട് ഈ രണ്ട് സൈഡുകളും, ഈ സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ബേസിനേക്കാൾ, ഈ ഒരു ലെങ്തിനേക്കാൾ 2 കുറവാണ്. ഈ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അറിയാത്ത ലെങ്തിന് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് എന്ന് വിളിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഈ ബേസിനേക്കാൾ 2 കുറവാണ് ഈ ഹൈറ്റ്. ഈ ബേസ് എന്ത് വരുമോ അതിനേക്കാൾ 2 കുറയും. ഉദാഹരണം, ബേസ് ഒരു 10 ആണെങ്കിൽ ഹൈറ്റ് എത്ര വരും? 2 കുറയും, 8. ഇപ്പോൾ ബേസ് ഒരു ഉദാഹരണത്തിന് 20 ആണെങ്കിൽ ഹൈറ്റ് എത്ര വരും? 2 കുറയും, 18. അതുപോലെ ബേസ് എക്സ് ആണെങ്കിൽ ഹൈറ്റ് എന്ത് വരും? 2 കുറയും, x-2.
അപ്പം ബേസ് എക്സ് ആണ്, ഹൈറ്റ് ബേസിനേക്കാൾ 2 മീറ്റർ കുറവാണ് x-2, എക്സും x-2. ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് അതിൻ്റെ ബാക്കി വായിക്കുക. ആൻഡ് ദ ഏരിയ ഷുഡ് ബി 12 സ്ക്വയർ മീറ്റർ. ഏരിയ 12 സ്ക്വയർ മീറ്റർ ആണ്. സ്ക്വയർ മീറ്റർ നമ്മൾ എഴുതി വരുമ്പം എഴുതുന്നതാണ് മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയറിന് നമ്മൾ സെൻറ്റൻസിൽ എഴുതുന്നതാണ് സ്ക്വയർ മീറ്റർ. അപ്പം ഏരിയ 12 മീറ്റർ സ്ക്വയർ ആണ്. ഏരിയ 12 മീറ്റർ സ്ക്വയർ ആണ്. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. എങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ എന്തൊക്കെ? എല്ലാ സൈഡും വേണം. ഈ സൈഡ് കിട്ടിയാൽ ഇതും കിട്ടും. ബേസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളത് കണ്ടുപിടിക്കും. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് ബേസ് എന്ന് പറയുന്നത് ബേസിനേക്കാൾ 2 കുറവാണ് ഹൈറ്റ്. ബേസിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ 2 കുറവായതുകൊണ്ട് ഇതിനെ x-2 എന്ന് വിളിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഏരിയ. അപ്പോൾ ബേസ് എന്താണ്? നമ്മുടെ ബേസ് കോമ ബി ഇസ് ഈക്വൽ ടു നമ്മുടെ ബേസ് എക്സ് ആണ്. മക്കളുടെ അടുത്ത ഹൈറ്റ് ആടാ. ഹൈറ്റ് കോമ എച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റ് എത്ര? x-2 ആണ്. x-2. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഏരിയ 12 ആണെന്ന്. ഏരിയ 12 മീറ്റർ സ്ക്വയർ ആണ്. എടാ ഏരിയ 12 എന്ന് പറഞ്ഞാൽ എന്ത് 12? ഇപ്പം ഉദാഹരണം ഒരു പെരിമീറ്റർ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 40 എന്ന് പറയുക. പെരിമീറ്റർ 40 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പെരിമീറ്റർ 40 എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതാം. പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തുവാ? 2 × L + B. അത് 40 ആണെന്നാണ് അതിൻ്റെ മീനിങ്. 2 ലെങ്തും 2 ബ്രെഡ്ത്തോടെ കൂട്ടുമ്പോഴാണ് 40 വരുന്നത്. അപ്പോൾ പെരിമീറ്റർ 40 എന്ന് പറഞ്ഞാൽ 2 × L + B 40 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ 9-ലൊക്കെ അതേപോലത്തെ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ 12 എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ എന്ന് പറയുന്നത്? ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് BH അല്ലേടാ. ഏരിയ 12 എന്ന് പറഞ്ഞാൽ ഹാഫ് BH 12 ആണെന്നല്ലേ. ഏരിയ 12 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ഏതോ ഒരു ബേസിനെയും ഹൈറ്റിനെയും കൂടി ഇൻറ്റു ചെയ്ത് അതിൻ്റെ ഹാഫ് എടുത്തപ്പോൾ കിട്ടിയ ഉത്തരമാണ് ഈ 12. ഏരിയ 12 എന്ന് പറഞ്ഞാൽ ഹാഫ് BH 12 ആണെന്ന് അതിൻ്റെ അർത്ഥം. എന്നാൽ ഏരിയക്ക് പകരം കൊടുക്കാൻ പറ്റിയ വാല്യൂ ആണ് എന്തിൻ്റെ ഏരിയ? ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. ഹാഫ് BH 12 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഹാഫ് ഇൻറ്റു ബേസ് ആരാ മക്കളെ? എക്സ് അല്ലേടാ. ഇൻറ്റു ഹൈറ്റ് ആരാടാ? x-2 അല്ലേ. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x-2, അതാണ് 12 എന്ന് പറയുന്നത്. ഓക്കെ, ഈ 1/2 ഇല്ലേ, ഈ 2 നമ്മൾ ഈക്വലിൻ്റെ ഇപ്പുറം കൊണ്ടുവരും. ഇവിടെ ഡിവൈഡ് ആണ്, അപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും. അപ്പം ആ 2 ഇപ്പുറത്ത് വരുമ്പോൾ പിന്നെ ബാക്കി ഇവിടെ 1 അല്ലേ ഉള്ളു. പിന്നെ എക്സും x-2 അല്ലേ ഉള്ളു. എക്സ് ഇൻറ്റു x-2 ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 ഇപ്പുറത്ത് വരും. 12 × 2. എക്സ് ഇൻറ്റു x-2 ഇസ് ഈക്വൽ ടു 12 × 2 24 അല്ലേടാ. എക്സ് ഇൻറ്റു x-2 ഇസ് ഈക്വൽ ടു 24. എക്സിനെ അകത്തേക്ക് കൊടുത്താൽ എക്സ് ഇൻറ്റു എക്സ് x². അടുത്തത് എക്സ് ഇൻറ്റു -2 -2x. എക്സ് ഇൻറ്റു എക്സ് x². എക്സ് ഇൻറ്റു -2 -2x ഈക്വൽ ടു 24. ഇവിടെ ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പറഞ്ഞിട്ടുണ്ട് ഇതേ ടൈപ്പ് വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന്. നമ്മൾ ആദ്യത്തെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇവിടെ സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടില്ല. x² ഉണ്ട്, 2x ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് a² - 2ab + b² എന്ന് വന്നാൽ നമുക്ക് എന്തെഴുതാം? a - b² എന്ന് മാറ്റി എഴുതിക്കൂടെ? x² ടേം ഉണ്ട്, x ടേം ഉണ്ട്. ഇവിടെ ഒരു നമ്പർ ഇല്ല, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പർ ഇല്ല. അപ്പോൾ ആ നമ്പർ വരുത്തുന്ന ഒരു മെത്തേഡുണ്ട്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ നമ്മൾ പഠിപ്പിച്ചൊരു മെത്തേഡുണ്ട്. ഇവിടെ ഒരു നമ്പർ ഇല്ല എങ്കിൽ, ഒരു നമ്പർ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റത്തുള്ളൂ. ഇവിടെയും സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉള്ളൊരു നമ്പർ വേണം. x² ടൈമും ഉണ്ട്, ഒരു കോൺസ്റ്റൻ്റ് ടൈമും ഇല്ല, ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ നമ്പർ വരുത്തുന്ന രീതിയാണ് എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ അല്ലെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. എക്സിൻ്റെ കൂടെയുള്ള നമ്പറിൻ്റെ പകുതി എടുക്കും, അതിൻ്റെ സ്ക്വയർ എടുക്കും, ലെഫ്റ്റിലും ആഡ് ചെയ്യും, റൈറ്റിലും ആഡ് ചെയ്യും. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 2 -2 അല്ല 2. 2ൻ്റെ പകുതി 2 ആലോചിച്ചാൽ മതി. എക്സിൻ്റെ കൂടെയുള്ളത് 2. 2ൻ്റെ പകുതി എന്താണ്? 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. അത് ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യണം. x² - 2x പ്ലസ് കൂടുതൽ നമ്പറിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. 1² ഈക്വൽ ടു 24 + 1². ഓക്കെ, അപ്പോൾ ഇവിടെ x² - 2x + 1². x² - 2x + 1² ഈക്വൽ 24 + 1² 1. 24 + 1 എത്ര? 25 വരത്തില്ലേ? x² - 2x + 1² നിന്നും x² നിന്നും x എടുക്കാം, 1² 1 എടുക്കാം. ഇവിടുത്തെ സൈൻ സെക്കൻഡ് വേരിയബിളിൻ്റെയും ഫസ്റ്റ് വേരിയബിളിൻ്റെ ഇടയ്ക്ക് മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. x - 1 ² ഈക്വൽ ടു
25. അപ്പോൾ ചെയ്ത രീതി ആലോചിക്കണം. സ്ക്വയർ കംപ്ലീറ്റ് അല്ല, ഒരു കോൺസ്റ്റൻറ്റ് ടേം കൂടെ ഉണ്ടെങ്കിലേ ഓക്കെ ആകത്തുള്ളൂ. ആ കോൺസ്റ്റൻറ്റ് ടേം വരുത്തുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഇതേപോലത്തെ പ്രോബ്ലങ്ങൾ പറയുന്നുണ്ട്, ഇങ്ങനെ കംപ്ലീറ്റ് ആയി വരാത്ത നമ്പറുകൾ എങ്ങനെ ചെയ്യുമെന്ന്. സിമ്പിളാണ്. എക്സിൻ്റെ കൂടെ നിൽക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ടൈം ഇല്ല എങ്കിൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. പകുതി 2ൻ്റെ പകുതി 1 ആണ്, 1ൻ്റെ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ -2 എന്ന് ആലോചിച്ച് -2ൻ്റെ പകുതി -1, -1ൻ്റെ സ്ക്വയർ എടുത്താലും 1 തന്നെയല്ലേ ആൻസർ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയത്. കൂടെ നിൽക്കുന്ന നമ്പർ 2ൻ്റെ പകുതി 1 ആണ്, അതിൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും ആഡ് ചെയ്യണം. വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ റൈറ്റിലും നമ്മൾ ആഡ് ചെയ്തോണം കേട്ടോ. ഇവിടെ മാത്രമല്ല ആഡ് ചെയ്യുന്നത്, അപ്പുറത്തും ആഡ് ചെയ്യുന്നു. അപ്പം x² - 2x + 1² = 24 + 1². x² - 2x + 1² ഇത് a² - 2ab + b² ഫോമില. അപ്പം അതിനെ എങ്ങനെ എഴുതാം? a² - 2ab + b² ഫോം വന്നാൽ a²ൻ്റെ ഭാഗത്ത് നിന്ന് a എടുത്തു, b²ൻ്റെ അവിടെ നിന്ന് b എടുത്തു, ഇവിടുത്തെ ഇടയ്ക്കുള്ള സൈൻ മൈനസ് ആയതുകൊണ്ട് -a - b² അങ്ങനെയാണെങ്കിൽ x² - 2x + 1² എങ്ങനെ എഴുതാം? x²ൻ്റെ അവിടെ നിന്ന് x എടുക്കുന്നു, 1²ൻ്റെ അവിടെ നിന്ന് 1 എടുക്കുന്നു, x - 1² = 24 + 1 25. മക്കളെ അപ്പം എടാ x - 1 എത്ര? സ്ക്വയർ അപ്പുറത്ത് പോയാൽ √25 x - 1 = √25. ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താൽ മതി. +or-5 വേണ്ട, 5 മതി. x - 1 = 5. അപ്പോൾ x = 5 -1 ഇപ്പുറത്ത് വന്നാൽ +1, x = 5 + 1 6 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ ഇതൊക്കെ പറയുന്നത് മീറ്ററിലായതുകൊണ്ട് 6 മീറ്ററാണ് കേട്ടോ. x 6 എന്ന് പറഞ്ഞാൽ ബേസിനെ അല്ലേ നമ്മൾ x എന്ന് വിളിച്ചാൽ, ആ ബേസ് ആയിട്ടുള്ള x എത്ര എന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പം ഹൈറ്റ് എത്ര? ബേസിനേക്കാൾ 2 കുറവല്ലേ ഹൈറ്റ്. ബേസ് b = അത് x ആണ്, അത് എത്ര എന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അടുത്ത ഹൈറ്റ് ആണ്. ഹൈറ്റ് h = ഹൈറ്റ് എന്താണ്? ബേസിനേക്കാൾ 2 കുറവാണ്, x - 2 2 കുറവാണ്. അപ്പോൾ എന്ത് വരും? 6ൽ നിന്ന് 2 കുറച്ചാൽ ഉത്തരം എത്ര? 4 മീറ്റർ. ബേസ് 6 മീറ്ററും ബേസ് 6 കാരണം x 6 എന്ന് കിട്ടി. ബേസ് 6 2 കുറയുക എന്ന് പറയുമ്പോൾ 6ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 4. അപ്പം 6ഉം 4ഉം ആണ്. ബേസ് 6, ഹൈറ്റ് 4. മക്കളെ ഇവിടം കൊണ്ട് തീർന്നെന്ന് നമുക്ക് തോന്നും, ശ്രദ്ധിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡിൻ്റെയും കാണണം. എല്ലാ സൈഡെന്ന് പറയുമ്പോൾ ഇപ്പം ഹൈറ്റും ബേസും നമുക്ക് കിട്ടി, നമുക്ക് സൈഡുകളാണ് വേണ്ട. ബേസ് എന്ന് പറയുന്ന സൈഡ് കിട്ടി, എത്രയാണ്? എക്സിൻ്റെ സ്ഥാനത്ത് 6 എന്ന് കിട്ടി. ഇവിടെ എത്ര എന്നും കിട്ടി? ഈ സ്ഥലത്ത് 4 എന്ന് പോയി. 6ഉം 4. ഓക്കെ, 6 ഉണ്ട് 4 ഉണ്ട്. മക്കളെ ടോട്ടൽ 6 ആണെങ്കിൽ അതിൻ്റെ പകുതി ഈ ഒരു ടോപ്പ് ട്രയാങ്കിളിൻ്റെ ടോപ്പ് പോർഷനിൽ നിന്നും താഴേക്ക് വരയ്ക്കുന്ന ആ ഒരു വര, ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ ആ ഡോട്ടൽ ലൈൻ. ആ ഡോട്ടൽ ലൈൻ ഐസോസെലസ് ട്രയാങ്കിളിൽ അങ്ങനെ വരയ്ക്കുന്ന ഡോട്ടൽ ലൈൻ ഈ ബേസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. ആ ടോപ്പിൽ നിന്നും വരയ്ക്കുന്ന ആ ഒരു വര പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ കേസിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് താഴത്തെ ബേസിനെ ഈക്വലി ഡിവൈഡ് ചെയ്ത് മാറ്റും. ഈക്വലി ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ആണെങ്കിൽ ഈ വര വന്ന് വീഴുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പകുതി 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, അങ്ങനെയാണ് ടോട്ടൽ 6. ആ ഒരു ബേസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പം 6 3 3 മാറി. നമുക്ക് ഈ സൈഡിലൂടെ കിട്ടിയാൽ പോഴേ ബേസ് ഉണ്ട്, ബേസ് 6 ആണെന്നറിയാം, ട്രയാങ്കിളിൻ്റെ താഴ്ഭാഗം 6 ആണെന്നറിയാം. നമുക്ക് ഈ 2 സൈഡൂടെ വേണം. അതിൽ 2ഉം വേണ്ട, ഈ സൈഡും സെയിം ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ, ഈ സൈഡ് കണ്ടുപിടിച്ചാൽ മതി. ഈ സൈഡ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക, ആ സൈഡ് കണ്ടുപിടിക്കാൻ ആ ട്രയാങ്കിൾ മാത്രം നമ്മളിങ്ങോട്ട് മാറ്റി വരച്ചാൽ, ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ പോകുന്നത്. ഇതൊന്ന് തുടച്ചിട്ട് സാർ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ മാത്രം ടോട്ടൽ ഈ ബേസ് 6 ആയിരുന്നു, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 3 3 ആക്കി. കാരണം ഐസോസെലസിൽ ഈ ഹൈറ്റ് ഈ ബേസിനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് സാർ പറഞ്ഞു. അത് മാത്രം മാറ്റി വരച്ച് നമ്മൾ ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പോകണം. ഈ സൈഡ് എത്രയാണോ അത് തന്നെയാണ് ഈ സൈഡ്. അപ്പം ബേസ് ഓൾറെഡി 6 ഉണ്ട്. ഈ ഒരു സൈഡ് കിട്ടുമ്പോൾ അതും കിട്ടി. അപ്പം എല്ലാത്തിൻ്റെയും ലെങ്തുകളാണ് ഇത്, ലെങ്തുകൾ കാണാൻ. അപ്പോൾ നോക്കുക, ഇത് മാത്രം ഇങ്ങോട്ട് സാറൊന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് ഇങ്ങോട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്ന പോലെ വരയ്ക്കുകയാണ് കേട്ടോ. നോക്കിക്കോണേ മക്കളെ, നോക്കടാ ഇതേ. അപ്പം 3 അല്ലേ ഇവിടെ, ഈ സൈഡ് ഹൈറ്റ് 4 ആണ്. ഈ സൈഡ് കണ്ടാൽ പോരെ. ഇവിടെ ബേസ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ബേസും ഓൾട്ടിറ്റ്യൂഡും ഉണ്ടെങ്കിൽ ഇനി എന്തോ കാണണ്ട, ബേസ് നമ്മുടെ ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡും ഉണ്ട്. ഇനി എന്തോ കാണണ്ട, ഹൈപ്പോട്ടന്യൂസ് കണ്ടാൽ പോരെ.
തിയറം അറിയാമല്ലോ, പൈതഗോറസ് തിയറം. പൈതഗോറസ് കണ്ടുപിടിച്ച ഹൈപ്പോട്ടിനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടിനൂസ് അല്ലേടാ ഇത്. ഇത് കാണാൻ ബേസും ഓൾട്ടിറ്റ്യൂഡും കൂടെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ബേസ് ആരാ? 3 അല്ലേ? 3 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് ആരാടാ? 4 അല്ലേ? 4 സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 4ൻ്റെ സ്ക്വയർ 16. 9ഉം 16ഉം 25. അപ്പോൾ ഹൈപ്പോട്ടിനൂസിൻ്റെ സ്ക്വയർ 25. എടാ ഹൈപ്പോട്ടിനൂസിൻ്റെ സ്ക്വയർ 25 ആണെങ്കിൽ ഹൈപ്പോട്ടിനൂസ് എന്ത് വരും? സ്ക്വയർ ഇപ്പുറം വന്നാൽ റൂട്ടാവും. റൂട്ട് 25. ഹൈപ്പോട്ടിനൂസ് എന്ത് വരും? 5 മീറ്റർ. അപ്പം ഈ ഒരു സൈഡ് 5 ആണ്. ഈ ഒരു സൈഡ് 5 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. അപ്പോൾ ഇതും 5 ആണ്. അപ്പം ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഏതൊക്കെയാണ്? ബേസ് താഴ്ഭാഗം 6. സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ അല്ലേ? സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ 6. ഈ താഴത്തെ ബേസ് താഴ്ഭാഗം 6. ഈ ഒരു സൈഡ് 6 മീറ്റർ, താഴ്ഭാഗം 6 മീറ്റർ, കോമ ഈ രണ്ട് സൈഡുകളാണ് 5 മീറ്റർ 5 മീറ്റർ. ബേസ് 6 മീറ്റർ. ഈ സൈഡ് 5 ആയതുകൊണ്ട് ഇത് 5, കാരണം ഐസോസിലസ് അല്ലേ. ഓക്കെ. അപ്പം മക്കളെടാ, നമ്മുടെ പേജ് നമ്പർ 92 രണ്ടാമത്തെ ചോദ്യമാണ്. One side of a right triangle is 1 centimeter shorter than twice the side perpendicular to it എന്ന ഒന്നാമത്തെ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് വായിച്ച് അതിൽ നിന്ന് നമുക്ക് ചെയ്ത് അടുത്ത സെൻറ്റൻസ് വായിച്ച് ചെയ്ത് പോവാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ ആ ഒരു ഫിഗർ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് സംഭവം മനസ്സിലാകുന്നതായിരിക്കും. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു വശം. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആരാളാ? റൈറ്റ് ട്രയാങ്കിൾ വൺ ഓഫ് ദി ആംഗിൾ 90 ഡിഗ്രി വരുന്ന റൈറ്റ് ട്രയാങ്കിൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വൺ ഓഫ് ദി ആംഗിൾ 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ അത് എന്താണ്? പിന്നെ പൈതഗോറസ് തിയറവും നമ്മുടെ മനസ്സിൽ വരണം. ഇതാണ് രണ്ട് കാര്യങ്ങളാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിൽ വരേണ്ടത്. റൈറ്റ് ട്രയാങ്കിൾ അതിൻ്റെ എന്താണ്? വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. എടാ, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ അവർ പറയുന്നത് എത്രയേ ഉള്ളൂ, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു വശത്തിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡുണ്ട്. ആ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ഷോർട്ടർ ദാൻ ട്വൈസ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. ഒരു സൈഡ് പെർപെൻഡിക്കുലർ സൈഡുകൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡുകൾ 90 ഡിഗ്രി വരുന്ന ആംഗിൾ വരുന്ന സൈഡുകളെയാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, ഹൈപ്പോട്ടിനൂസ് ആണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡുകളുടെ തമ്മിലുള്ള ബന്ധമാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. അതിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റൊരു സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണ്. ഒരു സൈഡ്, ഈ പെർപെൻഡിക്കുലർ സൈഡ്സിലെ ഒരു സൈഡ് ആ കൂട്ടത്തിൽ മറ്റൊരു സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ കാര്യം നടക്കത്തുള്ളൂ. എക്സ് എന്ന് ഇയാളെ വിളിക്കുന്നു, ബേസിനെ. പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒരു സൈഡിനെ എക്സ് എന്ന് വിളിക്കുന്നു. രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിലുള്ള ബന്ധം ഒന്നാം സെൻറ്റൻസിൽ പറയുന്നത്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഇയാളെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പറയാൻ പോകുന്നത്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡ് മറ്റൊരു സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ്, നമ്മളൊന്നും കൊടുക്കാത്ത സൈഡെന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് കൊടുത്തിരിക്കുന്ന സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവ്. ഈ സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവ്. ഈ സൈഡ് എക്സ് എന്ന് കൊടുത്തില്ലേ, അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? 2x അല്ലേ. ഇരട്ടിയേക്കാൾ 1 കുറവെന്ന് പറഞ്ഞാൽ ഇരട്ടി 2x, അതിനേക്കാൾ 1 കുറവ് 2x - 1. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകളുടെ ബന്ധമാണ് ഒരു സൈഡെന്ന് പറയുന്നത് മറ്റേ സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവ്. അപ്പോൾ കൂട്ടത്തിലെ മറ്റേ സൈഡെന്ന് പറഞ്ഞ് എടുക്കുന്ന ആ സൈഡിനെ നമ്മൾ എക്സ് എന്നാണ് കൊടുക്കുന്നത്. ഒരു സൈഡ്, ഈ സൈഡെന്ന് പറയുന്നത് ഈ കിടക്കുന്ന സൈഡിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x. ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഇത് 2x, അതിനേക്കാൾ 1 കുറവാണ്. ഓക്കെ. ഇനി അടുത്തൊരു ബന്ധം, ദ ഹൈപ്പോട്ടിനൂസ് ഈസ് 1 centimeter ലോങ്ങർ ദാൻ ട്വൈസ് ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ്. നമ്മളിപ്പോൾ എക്സ് എന്ന് എടുത്ത സൈഡില്ലേ, അതേ സൈഡുമായിട്ട് ഹൈപ്പോട്ടിനൂസിൻ്റെ ഒരു ബന്ധമുണ്ട്. ഹൈപ്പോട്ടിനൂസിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവ്. ഹൈപ്പോട്ടിനൂസിൻ്റെ പ്രത്യേകത ഈ സൈഡിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2x, അതിനേക്കാൾ 1 കൂടുതലാണ്.
1 സെൻറ്റിമീറ്റർ ലോങ്ങർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് എന്തിനേക്കാൾ, ഈ ഒരു സൈഡിനേക്കാൾ. അപ്പം റൈറ്റ് ട്രയാങ്കിളിൽ 3 സൈഡുണ്ട്, അതിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകൾ തമ്മിലുള്ള ബന്ധമാണ് ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നത്. ഒരു സൈഡ് എന്ന് പറയുന്നത്, ഒരു സൈഡ് മറ്റൊരു സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണ് എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു സൈഡിന് എക്സ് എന്ന് കൊടുത്തത്, ഇതിനെ 2x - 1 എന്ന് കൊടുത്തത്. പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിലുള്ള ബന്ധം എഴുതി. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹൈപ്പോട്ടനസിൻ്റെ പ്രത്യേകത പറയുന്നു. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് എടുത്ത ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അതേ നമ്മൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും എടുക്കാം നമുക്ക് എക്സ് എന്ന്. പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുമ്പോൾ ഇയാളെ എടുത്ത് ചെയ്യാം, നമ്മൾ ഇത് എടുത്തതേ ഉള്ളൂ, ഏതെങ്കിലും പറഞ്ഞാൽ എടുക്കണമല്ലോ എക്സ് എന്ന്. ഇനി ഹൈപ്പോട്ടനസിന് ഈ എടുത്ത സൈഡുമായിട്ടുള്ള ബന്ധമാണ് ഈ സൈഡിൻ്റെ ഇരട്ടിയേക്കാൾ 1 കൂടുതൽ, ഇത് ഇരട്ടിയേക്കാൾ 1 കുറവെന്ന് 2x - 1, ഇത് ഇരട്ടിയേക്കാൾ 1 കൂടുതൽ 2x + 1. ഓക്കെ, സൈഡുകളെല്ലാം കൊടുത്തില്ലേ. ഇനി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ്? ഈ സൈഡുകളുടെ ലെങ്തുകൾ എന്തൊക്കെ? ഈ ബേസ് എന്താണ്, ഈ ഓൾട്ടിറ്റ്യൂഡ് എന്താണ്, ഈ ഹൈപ്പോട്ടനസ് എന്താണ്? ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ? അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ ആണ്. ആ ഒരു തിയറം തന്നെ നമ്മൾ തിരിച്ചെഴുതി. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ബേസ് ആരാണ്? എക്സ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ്, ഈ സൈഡിനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ്, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതാണ് ഹൈറ്റ് റൈറ്റ് ട്രയാങ്കിളിൽ. ഓക്കെ, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് ആരാ? 2x - 1 സ്ക്വയർ എന്ന് കൊടുക്കുക. 2x - 1 ദ ഹോൾ സ്ക്വയർ, അതാണ് തെറ്റിക്കരുത്. ഹൈപ്പോട്ടനസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ, ഹൈപ്പോട്ടനസ് ആരാ? 2x + 1 ദ ഹോൾ സ്ക്വയർ. മക്കൾ നോക്കിക്കോണം, എക്സ് സ്ക്വയർ ആണ് അടുത്ത, പ്ലസ് ഇവനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോണ്. ഇത് a - b ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമില. a - b ദ ഹോൾ സ്ക്വയർ എങ്ങനെയായിരുന്നു? a സ്ക്വയർ - 2ab + b സ്ക്വയർ എന്നല്ലേ? a - b ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ 2x - 1 വരുമ്പോഴാണ് 2x - 1 ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ ഇതാണ് a, ഇത് b. നമ്മുടെ എയുടെ സ്ഥാനത്ത് 2x ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. a സ്ക്വയർ, ഇതിൻ്റെ ഉത്തരം എന്തുവാ? a സ്ക്വയർ - 2ab + b സ്ക്വയർ. a ആരാടാ ഇവിടെ? എയുടെ സ്ഥാനത്ത് 2x ആണ്, അപ്പം 2x ദ ഹോൾ സ്ക്വയർ - 2ab, 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ആരാണ്? 2x ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് ആരാണ്? 1, 2x ഇൻറ്റു 1 എടാ, പ്ലസ് a സ്ക്വയർ - 2ab + b സ്ക്വയർ. ബി ആരാ? 1, അപ്പോൾ 1 സ്ക്വയർ. ഇതാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത്ര ആൻസർ കിട്ടും, ശ്രദ്ധിച്ചോണം. ഈക്വൽ, ഇത് a + b ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമില. ഇവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് വന്നു. a + b ദ ഹോൾ സ്ക്വയറിൻ്റെ എന്താണ്? ചെറിയൊരു മാറ്റമേ ഉള്ളൂ, a സ്ക്വയർ + 2ab + b സ്ക്വയർ. ഇവിടെ ചെയ്ത അതേ രീതി തന്നെയാണ്. ഇവിടെ 2x - 1 ദ ഹോൾ സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇവിടെ 2x + 1 ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ + 2ab + b സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത്, ഇടയ്ക്കൊരു പ്ലസ് വരുമെന്നേ ഉള്ളൂ. എടാ a - b ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ a സ്ക്വയർ - 2ab + b സ്ക്വയർ. അതുപോലെ a + b ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ a സ്ക്വയർ + 2ab + b സ്ക്വയർ. അപ്പോൾ 2x + 1 ദ ഹോൾ സ്ക്വയർ കാണുമ്പോൾ എയുടെ സ്ഥാനത്ത് 2x, ബിയുടെ സ്ഥാനത്ത് 1, നേരത്തെ പോലെ തന്നെ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്ലസ് വരുമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് a സ്ക്വയർ എന്ന് വെച്ചാൽ 2xൻ്റെ സ്ക്വയർ + 2ab, 2ab എഴുതിയേക്കുന്നത് നേരത്തെ, 2 ഇൻറ്റു 2x ഇൻറ്റു 1 + b സ്ക്വയർ 1 സ്ക്വയർ. ഇത് തന്നെയാണ് ഈ കിടക്കുന്നത്. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണെന്നേ ഉള്ളൂ. ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഇതേ ഉത്തരം അങ്ങ് എടുത്ത് എഴുതി വെച്ചിട്ട് ഇവിടെ ഒരു പ്ലസ് ഇട്ടാൽ മതി. ഓക്കെ, എക്സ് സ്ക്വയർ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ചെയ്യാം, അല്ലാത്തത് വ്യത്യസ്തമായിട്ടാണ് വരുന്നെങ്കിൽ അല്ലാതെ പ്രത്യേകം ചെയ്യേണ്ടി വരും. പ്ലസ് ഇവിടെ 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2നും സ്ക്വയർ കൊടുക്കണം, എക്സിനും കൊടുക്കണം. 2ൻ്റെ സ്ക്വയർ 4, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. അതിൻ്റെ ആൻസറാണ് 4x സ്ക്വയർ. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു എക്സ് 4x, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു എക്സ് 4x ഇൻറ്റു 1 - 4x ആണ്. പ്ലസ് 1 സ്ക്വയർ 1, ബ്രാക്കറ്റ് ഇടണമെന്നില്ല, ഇനിയിപ്പം ഓപ്പൺ ചെയ്തിട്ടേക്കാം. ഈക്വൽ, ഇവിടെയും 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന് സ്ക്വയർ കൊടുക്കുക, 2ന് സ്ക്വയർ കൊടുക്കുമ്പോൾ 4, എക്സിന് സ്ക്വയർ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ. പ്ലസ് 2 ഇൻറ്റു 2 4, 4x ഇൻറ്റു 1 4x പ്ലസ് 1 സ്ക്വയർ 1. മക്കളെ ശ്രദ്ധിച്ചോണേ, സാർ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം.
ലെഫ്റ്റിലും റൈറ്റിലും നോക്കുക. ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലത്തെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നതെന്ന് അറിയണം. ലെഫ്റ്റിലും റൈറ്റിലും ഒരുപോലത്തെ ടൈമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു +4x² ഉണ്ട്. ഇവിടെയുള്ള +4x² തന്നെ അപ്പുറത്തും ഉണ്ട്. അത് എന്തുകൊണ്ട് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ +4x² ആണ്. ഈ +4x² ഇപ്പുറത്തിടുന്നു. ഈ +4x² ഈക്വലിൻ്റെ ഇപ്പുറം വന്നാൽ ഇത് +4x² ആണ്. ഇപ്പുറം വരുമ്പോൾ -4x² ആവും. അപ്പോൾ ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ 4x² ഉണ്ട്, അതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ -4x². 4x² നിന്നും 4x² പോയാൽ ഉത്തരം എത്ര? ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നും അത് തന്നെ പോയാൽ ഉത്തരം 0 അല്ലേ? 5 ന്ന് 5 പോയാൽ 0 അല്ലേടാ? അതുപോലെ. അപ്പോൾ അതുകൊണ്ട് അപ്പുറം ഇപ്പുറം വരുമ്പോൾ അതാണ് ടീച്ചർമാർ നമ്മൾക്ക് വെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായി. ക്യാൻസൽ ചെയ്ത് കളയാം മക്കളെ. ഈക്വലിൻ്റെ അപ്പുറം ഇപ്പുറം ഒരേപോലത്തെ ആളുകൾ വന്നാൽ ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഈക്വലിൻ്റെ ഇപ്പുറത്ത് 4x² അത് വെട്ടി, അപ്പുറത്തെ 4x² വെട്ടാനുള്ള കാരണം ചുമ്മാ അങ്ങ് വെട്ടുന്നു ആലോചിക്കാതെ ആ 4x² ഇപ്പുറത്ത് വന്നാൽ പോസിറ്റീവ്, ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ്. അതുകൊണ്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 0 ആകുന്നത് അങ്ങ് ക്യാൻസൽ ചെയ്യാണ്. -4x +4x ഡിഫറൻറ്റ് സൈനാണ്. നമ്പേഴ്സ് 4x തന്നെയാണ്. പക്ഷേ ഈ -4x കണ്ടില്ലേടാ? ആ 4xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ആ 4x ഇപ്പുറത്ത് വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഒരു -4x ഉണ്ട്. ആ 4x ഇപ്പുറത്ത് വരുമ്പോൾ പോസിറ്റീവാണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. -4x -4x കുറയത്തില്ല. 2 മൈനസ് വന്നാൽ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ അല്ലേ? അപ്പോൾ 4x 4x 8x ആണ്. -8x എന്ന് വരും. അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരേ സൈനുള്ള നമ്പേഴ്സ് അപ്പുറം ഇപ്പുറം വന്നാൽ വെട്ടാം. ഇവിടെ ഒരു +1, അവിടെ ഒരു +1, ഒരേപോലത്തെ നമ്പർ. ഈ 1 ഇവിടെ ഉണ്ട്. ആ 1 ഇപ്പുറത്തോട്ട് വന്നാൽ -1 ആകത്തില്ലേ? 1 - 1 0 അല്ലേ? അതാവുമെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളങ്ങ് വെട്ടുകയാണ്. ഒരേപോലത്തെ സൈനുള്ള LHSലും RHSലും ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെയുള്ള സൈനുള്ള സെയിം നമ്പേഴ്സ് വന്നാൽ സൈൻ നോക്കണം. സൈൻ സെയിം ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ആരുണ്ട് ഇവിടെ? x² -4x ഈക്വൽ അപ്പുറത്താരുണ്ട്? ഒരു 4x ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. x² -4x, ഈ പോസിറ്റീവ് 4xനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പോവാണ്. എക്സിൻ്റെ ടൈമെല്ലാം ഒന്നിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -4x ഈക്വൽ ടു, ഇനി അപ്പുറത്ത് ആരും ഇല്ല, 0. 0 എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നോക്കിക്കോണം. ഇത് അടുത്തത് x² -4x -4x x² -4x കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ് 4x 4x 8x ആണ്. 2 മൈനസ് വന്നാൽ കൂട്ടുക, മൈനസ് ചിഹ്നം, -8x ഈക്വൽ ടു 0. എടാ x² ഉണ്ട്, 8x², a² ടേം ഉണ്ട്, a²ൻ്റെ ടേം ഉണ്ട്. എന്തില്ല? b² ടേം. അറ്റത്ത് b² ടൈം ഇല്ല, അല്ലെങ്കിൽ ഒരു നമ്പർ ടൈം ഇല്ല. അങ്ങനെ നമ്പർ ടൈം ഇല്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരുത്തുന്നത്? x² ഉണ്ട്, 8x ഉണ്ട്, ഒരു നമ്പർ ഇല്ല എങ്കിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പറിൻ്റെ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഓർത്തോണം, പകുതി എടുക്കുന്നു. എക്സിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കണം. മറ്റേതെല്ലാം മനസ്സിൽ വരണം. എക്സിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ പകുതി എടുക്കുന്നു, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നു. അപ്പം എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ 8 ആണ്. 8ൻ്റെ പകുതി 4 ആണ്. 4ൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യണം. x² -8x. ഇവിടെ നമ്പർ ഇല്ലാത്തതുകൊണ്ടായി ചെയ്യുന്നത് കേട്ടോ. നമ്പർ ഉണ്ട് എല്ലാം ചെയ്തു പോവാം. പ്ലസ് 8ൻ്റെ പകുതി 4, 4ൻ്റെ സ്ക്വയർ ലെഫ്റ്റിൽ ആഡ് ചെയ്തു. 0 പ്ലസ് 4ൻ്റെ സ്ക്വയർ റൈറ്റിലും ആഡ് ചെയ്തു. ഓക്കെ. ഇവിടെ x² -8x + 4², a² -2ab + b² ഫോമുല, a² -2ab + b². അതിനെങ്ങനെ എഴുതാം? a² -2ab + b²നെ a² -2ab + b²നെ a² -2ab + b²നെ a - b² എന്ന് എഴുതത്തില്ലേ? അങ്ങനെ എഴുതുന്ന പോലെ x² നിന്ന് x എടുക്കുന്നു, 4² നിന്ന് 4, x - 4 2 = 4² എന്താണ്? 16 ആണ്. ഓക്കെ. 0 + 16 16 വരും. അപ്പോൾ x - 4 = സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ √16, പോസിറ്റീവ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. x - 4 = 16. 16 എത്രയാണ്? √16 4 അല്ലേ? അപ്പോൾ എന്ത് വരും? x = 4 -4 അപ്പുറത്ത് പോയാൽ +4 എന്ന് വരും. 4 + 4 x - 4 4. x = 4 -4 അപ്പുറത്ത് വരുമ്പോൾ +4. എക്സിൻ്റെ വാല്യൂ 8. എക്സിൻ്റെ വാല്യൂ 8 ആണ്. ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് സെൻറ്റിമീറ്ററിലാണ്, അതുകൊണ്ട് 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ ആരെയാണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചത്? ബേസ്. അപ്പോൾ എല്ലാ സൈഡും കിട്ടി. വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്? അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ സൈഡുകളുടെ ലെങ്ത്, നമ്മുടെ ബേസ് കിട്ടി നമുക്ക്. ബേസിനെ നമ്മൾ എക്സ് എന്നാണ് വിളിച്ചത്. ബേസ്
ഈക്വൽ എക്സ് അതെത്ര 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എടാ അടുത്തത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള സൈഡ് ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എന്താണ് 2x - 1 2x - 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആരാടാ എക്സ് 8 അല്ലേ 2 ഇൻറ്റു 8 - 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 8 16 - 1 16 - 1 ഉത്തരം 15 മീറ്റർ. ഇനി ലാസ്റ്റിലത്തെ ആൾ ബേസായി ഓൾട്ടിറ്റ്യൂഡായി. ഇനി ഒരാളും കൂടെ ഉള്ളു ഹൈപ്പോട്ടിനൂസ്. അപ്പം ഹൈപ്പോട്ടിനൂസ് എന്ന് പറയുന്ന ആ ഒരു സൈഡ് ഹൈപ്പോട്ടിനൂസ് ആണ് വേണ്ടത്. ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്ന ആളാരാ അതാരാ 2x + 1 അല്ലേ 2 ഇൻറ്റു എക്സ് + 1 ഇത് 2x - 1 അപ്പോൾ ഇവിടെ എന്ത് വരും 2 ഇൻറ്റു എക്സ് ആരാടാ 8 അല്ലേ +1 2 ഇൻറ്റു 8 ഈക്വൽ 16 + 1 ഈക്വൽ ടു 17 മീറ്റർ. ഓക്കെ ഇത് എക്സ് അത് കിട്ടിയായിരുന്നു. ആദ്യം എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. എക്സ് ഫൈൻഡ് ചെയ്തപ്പോൾ 8 കിട്ടി. ഇവിടെ 8 ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയേക്കാൾ 1 കുറവാണ് ഈ സൈഡ് 8. ഇവിടെ 8 അവർ 8ൻ്റെ ഇരട്ടി 16 16ൽ നിന്ന് 1 കുറച്ചാൽ ഈ സൈഡ് 15 സെൻറ്റിമീറ്റർ. ഇത് 8 സെൻറ്റിമീറ്റർ. ഈ സൈഡിൻ്റെ പ്രത്യേകത ഈ ഒരു ബേസിൻ്റെ ഇരട്ടിയേക്കാൾ 1 കൂടുതൽ 8ൻ്റെ ഇരട്ടി 16 16ൻ്റെ അവിടെ 1 കൂട്ടിയാൽ 17 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മൾ ചെയ്തത്. ശ്രദ്ധിച്ച് നോക്കണം. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. മക്കളത് എന്ത് ചെയ്യുക നോക്കി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ആദ്യം ഫിഗർ വരയ്ക്കുക, എക്സിന് വാല്യൂസ് കൊടുക്കുക. ഫിഗർ ഒന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ മാത്സിൻ്റെ ഒരു കുഴപ്പമാണ്. നിങ്ങൾക്ക് തോന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നി നിങ്ങൾ ചെയ്യരുത്. മക്കൾ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള മൈൻഡിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ആൻസറിലേക്കുള്ള ഹിൻറ്റുകളെല്ലാം, ആൻസറിലെത്താനുള്ള വഴികളെല്ലാം ചോദ്യത്തിലുണ്ട്. അതാണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. മക്കൾ നല്ല വൃത്തിയായി വായിക്കുക. ഒരു വട്ടം വായിച്ച് മനസ്സിലായി 2-3 വട്ടമൊക്കെ വായിച്ച് റെഡിയാക്കുക. ഇരുന്ന് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യനുകൾ കാണുമ്പം ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ഐഡിയ വരണം. അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു പടം പെട്ടെന്ന് വരച്ച് നമുക്ക് കിട്ടുന്ന ഹിൻറ്റുകൾ ഡെവലപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അടുത്തടുത്തുള്ള ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും. അല്ല ചില കുട്ടികളുണ്ട് മൊത്തം മനസ്സിൽ ആലോചിച്ചിട്ട് ആൻസർ എഴുതത്തോളം എന്ന് പറഞ്ഞിരിക്കുന്നവർ. അങ്ങനെ ഇരിക്കരുത് മക്കളെ ഒരിക്കലും. കിട്ടുന്ന ഹിൻറ്റുകൾ വെച്ച് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആൻസറിലേക്ക് എത്തിക്കോളും സ്വാഭാവികമായിട്ടും. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.